മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെതിരെ പത്തനംതിട്ട പുറമറ്റത്ത് പ്രസിഡന്റായി ജയിച്ച റെനി സനൽ PJ കുര്യന്റെ പിടിവാശി കൊണ്ടാണ് സ്വന്തം പഞ്ചായത്തിൽ ഭരണം ഇടതുമുന്നണിക്ക് നേടിക്കൊടുത്തത്. ജില്ലയിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് PJ കുര്യനാണെന്നും സ്വതന്ത്രരായി ജയിച്ച റെനിയും ഭർത്താവ് സനലും പറഞ്ഞു. UDF ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നൊരു സാഹചര്യം വന്നുകൊണ്ട് LDFകാർ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിച്ചു. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ LDFന്റെ പിന്തുണ സ്വീകരിച്ചു, പ്രസിഡന്റായി. ഞങ്ങൾ ഈ പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ, ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത് തന്നെ UDFിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ ദുരനുഭവം കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്ക് PJ കുര്യൻ സാറിന്റെ ഭാഗത്തു നിന്നും UDF അംഗങ്ങളുടെ പലരുടെയും ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് വലിയ തിരിച്ചടി, ഒരു നോട്ടീസ് ഞങ്ങൾക്കെതിരെ അടിച്ചിറക്കി. ഇദ്ദേഹം ഈ നേതൃത്വത്തിലോട്ട് വന്നതിന് ശേഷം നാൾക്കുനാൾ കോൺഗ്രസ് പാർട്ടി ശോഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ 5 നിയോജകമണ്ഡലങ്ങളിലും LDFന്റെ വലിയ മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ജില്ലയിൽ പ്രകടമായി. ഇവിടുത്തെ 80% വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും PJ കുര്യന്റെ വാർഡിൽ പോയി ഈ നിലപാടുകൾ സ്വീകരിക്കരുത് എന്ന് PJ കുര്യനോട് നിരവധി തവണ പ്രാവശ്യം പറഞ്ഞു. ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വയമായ ധാർഷ്ട്യം, ആ ഒറ്റ പേരിന്റെ പേരിലാണ് ഈ തീരുമാനം. അതേസമയം ആരോപണം നിഷേധിച്ച് PJ കുര്യൻ രംഗത്തെത്തി. പ്രസിഡന്റ് സ്ഥാനം നൽകാൻ UDF തയ്യാറായിരുന്നു. ആദ്യ ടൈമിൽ പ്രസിഡന്റ് ആക്കണമെന്ന് നിർബന്ധം പിടിച്ചത് വിമതനാണെന്നും PJ കുര്യൻ പറഞ്ഞു. അത് ആരോപണമാണ്. ആരോപണമെന്നല്ലേ പറയുന്നത്. അതായത് പുറമറ്റം പഞ്ചായത്തിൽ കോൺഗ്രസിന് 7 സീറ്റ് കിട്ടി, ആകെ 14, 7 കിട്ടി, CPMന് 5 കിട്ടി, സ്വതന്ത്രർ 2. അപ്പോൾ സ്വതന്ത്രരെ കൂടെ ചേർത്ത് ഭരണത് ഭരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ അതിന് സ്വതന്ത്രർ ആവശ്യപ്പെട്ടത് ആദ്യ പ്രസിഡന്റ്ഷിപ്പ് ആദ്യം അവർക്ക് വേണമെന്നാണ്. 7 പേരെ കിട്ടിയ കോൺഗ്രസിന് മാറി നിന്ന് സ്വതന്ത്രനെ ആദ്യം പ്രസിഡന്റാക്കാൻ പറ്റില്ല എന്നുള്ള പാർട്ടി നിലപാട് എടുത്തതാണ്. ആ പാർട്ടി നിലപാടാണ്. അപ്പോൾ അത് ഞങ്ങൾ ആ നിലപാടെടുത്തു. അത് സ്വതന്ത്രർക്ക് അവർക്ക് അതിന് സമ്മതമില്ല, അവർക്ക് ആദ്യം വേണം. അതുകൊണ്ട് അവർ ഇടതുപക്ഷത്തോട് ചേർന്നു. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ ഉന്മേഷ്, പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ 7 സീറ്റ് നേടി UDF ഒറ്റകക്ഷി ആയതാണ്. LDFന് 5 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 കോൺഗ്രസ് വിമതർ കൂടി മത്സരിച്ച് ജയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ വിമതരായിട്ട് ജയിച്ച റെനിയും സനലും കോൺഗ്രസിന് എതിരെ നിന്നുകൊണ്ട് LDFനെ അനുകൂലിച്ച് പുറമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതിന് കാരണമായിട്ട് വിമതരായി മത്സരിച്ച റെനിയും സനലും പറയുന്നത് PJ കുര്യന്റെ പിടിവാശി പത്തനംതിട്ട ജില്ലയിൽ വലിയ തരത്തിൽ UDFനെ കോൺഗ്രസിനെ ശോഷിപ്പിക്കുന്നു, ഈ PJ കുര്യൻ പാർട്ടിയെ ജില്ലയിൽ നശിപ്പിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണമാണ് റെനിയും സനലും ഉന്നയിക്കുന്നത്. അതേസമയം ഈ PJ കുര്യൻ പറയുന്നത് വിമതരെ ഒപ്പം കൂട്ടാൻ ഞങ്ങൾ തയ്യാറായിരുന്നു, പക്ഷേ ആദ്യ ടൈമിൽ തന്നെ അവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതിന് കാരണം UDFന് 7 അംഗങ്ങൾ ജയിച്ചതാണ്. അവരിൽ ഒരാളെ ആദ്യം പ്രസിഡന്റ് ആക്കുകയും പിന്നീട് ടേം വ്യവസ്ഥയിൽ വിമതർക്ക് കൂടി അധ്യക്ഷപദം നൽകാമെന്ന് പറയുകയും ചെയ്തതാണ്. അത് അംഗീകരിക്കാതെ അവർ പുറത്തുപോയി LDFനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ള ഒരു തിരിച്ചുള്ള ഒരു മറുപടിയാണ് PJ കുര്യൻ നൽകുന്നത്. എന്തായാലും പത്തനംതിട്ട UDFിൽ വലിയ തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഭരണം പിടിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് വിമതരെ ഒപ്പം കൂട്ടാതെ വിമതർ LDFനും കൂടി പുറമറ്റം പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായിരിക്കുന്നത്. ഉന്മേഷ്, ശരി. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.